നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നക്ഷത്ര ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മുതൽ നമുക്ക് 12 വീഡിയോകൾ കൂടിയുണ്ട്. പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി പറയേണ്ടതായിട്ടുണ്ട്. രാഹുകേതുക്കൾ, ശനി, വ്യാഴം തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെയാണ് മനുഷ്യരിൽ കൂടുതലായിട്ടുള്ള ഫലത്തെ ചെയ്യുന്നത്. രാഹുകേതുക്കളുടെ സ്ഥിതി പലരെയും പ്രശ്നത്തിലാഴ്ത്തിയേക്കാം. രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ രാശിയിലുള്ള സഞ്ചാരം ഓരോ രാശിക്കൂറുകാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുണ്ട്, അതിന്റെ ഗുണദോഷങ്ങളും ദോഷപരിഹാരവും ഒക്കെയാണ് നിങ്ങൾക്കായിട്ട് പറയുന്നത്. രാഹുകേതുക്കളുടെ മാത്രം ഫലത്തെ അടിസ്ഥാനമാക്കിയല്ല, മറ്റു ഗ്രഹങ്ങളിലെയും ഏകദേശ ഫലം വരുന്ന രീതിയിൽ രാഹു കേതുക്കളുടെ ഫലത്തെ നാം പ്രതിപാദിച്ചു പോരുകയാണ്. മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല ഫലം, എന്നാൽ രാഹു കേതുക്കളുടെ ഫലവും നിങ്ങളിൽ സ്വാധീനം ചെലുത്തിയേക്കാം. അത്തരത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഗുണവും ദോഷവും ഒക്കെ നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. മനസ്സിലാക്കിയിരുന്നു കൊണ്ട് പരിഹാരം ചെയ്യുക. നമ്മുടെ ജീവിതത്തെ അതുവഴി നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. നമുക്ക് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം ഫലങ്ങളെ ചെയ്യാം. ഇന്ന് അതിന് ആദ്യത്തെ വീഡിയോ എന്ന രീതിയിൽ മേടക്കൂറുകാരുടെ ഫലത്തെയാണ് പരിശോധിക്കുന്നത്. രാഹു മീനൻ രാശിയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. മേടം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് എത്തി. കഴിഞ്ഞ ഒക്ടോബർ 30 രാഹു മീനൻ രാശിയിലേക്ക് കടന്നത്. അതോടൊപ്പം തന്നെ കേതു കന്നി രാശിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. രാഹുകേതുക്കളുടെ സഞ്ചാരം മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആന്റി ക്ലോക്ക് വൈസിലാണ്, അതായത് പിന്നോട്ടാണ് സഞ്ചാരം. രാഹുവും കേതുവും പാപഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഫലദാന വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഗതി നിർണയിക്കാനായിട്ട് ഈ രണ്ട് ഗ്രഹങ്ങൾക്കും സാധിക്കും. അറിഞ്ഞിരുന്നുകൊണ്ട് ദോഷപരിഹാരത്തെ ചെയ്യുക, നമ്മളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് മേടക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ ഗുണദോഷ ഫലങ്ങളും അതിന്റെ പരിഹാരവുമാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. രാഹു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് 12ാം ഭാവത്തിലാണ്, കേതു 6ാം ഭാവത്തിലാണ്. പതനം, നഷ്ടം, വീഴ്ച, താഴ്ച എന്നിവയൊക്കെയാണ് 12ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. രാഹു അവിടെ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. ശരീരം കൊണ്ട് സ്വസ്ഥത, സ്ഥിതി കൊണ്ട് യശസ്, അങ്ങനെ മേടക്കൂറുകാർ അനുഭവിച്ചിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ മങ്ങലേൽക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ വിദേശത്തൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേടക്കൂറുകാർക്ക് അനുകൂലവുമാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന മേടക്കൂറുകാർക്കും അനുകൂല ഫലത്തെ രാഹുകേതുക്കളുടെ സ്ഥിതി ഗുണം ചെയ്യും. നല്ല വിളവ് കിട്ടാം, ചിലപ്പോഴൊക്കെ അതിന് അനുസരിച്ചുള്ള വില കിട്ടിയേ എന്ന് വരില്ല. അങ്ങനെയും കൂടി ഒരു ദോഷവും നമുക്ക് ഇക്കാര്യത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. കോടതി വ്യവഹാരങ്ങൾ, വക്കീലന്മാർ തുടങ്ങിയവർക്കൊക്കെ അല്പം പേരുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്പം ഒന്ന് കരുതലെടുത്ത് ശ്രദ്ധാലുവാകണം എന്നർത്ഥം. അതേപോലെ തന്നെ മേടക്കൂറുകാർ ദാമ്പത്യ കലഹം ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളായിട്ടുള്ള മേടക്കൂറുകാർക്ക് അലസത ഉണ്ടാകാനുള്ള സാഹചര്യമാണ്. വിദേശത്തു നിന്നും വരുമാനമൊക്കെ ലഭിക്കുന്നവർക്ക് അതിൽ വർധനമുണ്ടാകാം. കലാകാരന്മാർക്ക് യോജിക്കാത്ത പ്രണയബന്ധങ്ങളും മറ്റുമുണ്ടായി അതുമൂലം അഭിമാനക്ഷതമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. കേതുവിന്റെ 6ാം ഭാവത്തിലെ സ്ഥിതി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയത്തെ പ്രദാനം ചെയ്യും. അന്യഭാഷാ പഠനത്തിനൊക്കെ നല്ല സാഹചര്യമാണ്. രോഗപീഠകളും രാഹുകേതുക്കളുടെ സ്ഥിതി മൂലം സംഭവിക്കാം. പ്രത്യേകിച്ച് ജലത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ശാരീരിക ക്ലേശവും ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വന്നേക്കാം. വിവേകം കുറയുന്നതും വികാരം മുന്നിട്ട് നിൽക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർ അത്തരം കാര്യങ്ങളിലൊക്കെ ചിന്താശേഷിയോടുകൂടി പെരുമാറേണ്ടതാണ്. കള്ളം പറയുക, കള്ളം ചെയ്യുക, തസ്കരന്മാരുടെ പീഡ ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരിക എന്നീ ദോഷഫലങ്ങളും പറയേണ്ടതാണ്. ജലയാത്രകളൊക്കെ ഒന്ന് കരുതലെടുക്കേണ്ടതാണ്. അഗ്നി, വൈദ്യുതിയൊക്കെ ഉപയോഗം കരുതലെടുക്കേണ്ടതാണ്. മേടക്കൂറുകാർ രാഹു കേതു ദോഷപരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ധാര, ശംഖാഭിഷേകം, പിൻവിളക്ക് തെളിയിക്കുക, ശംഖുപുഷ്പം സമർപ്പിക്കുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കാം. കൂടാതെ മഞ്ഞൾ തിലകം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും ശുഭഫലത്തെ നൽകും. 12 കുരുമുളക് സർവ്വസമയവും കൈവശം വയ്ക്കുന്നതും മേടക്കൂറുകാർക്ക് രാഹുകേതു ദോഷത്തെ ഇല്ലാതാക്കും. കൂടാതെ വെള്ളിയാഴ്ച ദിവസം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കേതു ദോഷം ഇല്ലാതാക്കുന്നതിന് സഹായിക്കും. ശ്രീകൃഷ്ണനെയും ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും ഒക്കെ മേടക്കൂറുകാർ ഭജിക്കുന്നത് രാഹുകേതു ദോഷങ്ങളിൽ നിന്ന് ഫലപ്രദമായി രക്ഷപ്പെടാനായിട്ട് സാധിക്കും. മേടക്കൂറുകാരുടെ രാഹുകേതുക്കളുടെ രാശിസ്ഥിതി മൂലമുള്ള ഗുണദോഷങ്ങളെയും പരിഹാരങ്ങളെയും പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ഇടവക്കൂറുകാരുടെ രാഹുകേതു രാശിസ്ഥിതിയും ഗുണദോഷ പരിഹാരങ്ങളും ചിന്തിക്കാം.
നന്ദി, നമസ്കാരം, ശുഭദിനം.